ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിക്കുന്നതായി ആരോപണമുയർന്ന സിനിമയുടെ പേര് മാറ്റാൻ നാദിർ ഷാ തയ്യാറാണെന്ന് സംവിധായകൻ വിനയൻ. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘടനകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നതും ഷെക്കേന ന്യൂസിന്റെ ഇടപെടലിലുമാണ് പേര് മാറ്റാൻ സംവിധായകൻ തയ്യാറായിരിക്കുന്നത്. ജയസൂര്യൻ നായകനാകുന്ന ഈശോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സമൂഹമാധ്യമത്തിൽ ഉയരുന്നതിനിടെയാണ് സംവിധായകൻ നാദിർ ഷാ ചിത്രത്തിന്റെ പേരുമാറ്റാൻ തയ്യാറായതായി വിവരം പുറത്തുവരുന്നത്. ദേവപുത്രനായ ഈശോയുടെ പേര് സിനിമയ്ക്ക് നൽകുന്നത് വഴി ക്രൈസ്തവ വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച നാദിർ ഷാ ചിത്രത്തിന്റെ പേരുമാറ്റാൻ തയ്യാറായതായി സംവിധായകൻ വിനയൻ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു. വിവാദങ്ങൾ ഒഴിവാക്കുക, നാദിർ ഷാ ഈശോ എന്ന പേര് മാറ്റാൻ തയ്യാറാണെന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിലാണ് വിനയൻ ഇക്കാര്യം അറിയിച്ചത്. ഈശോ എന്ന പേര് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് മാറ്റാൻ സാധിക്കില്ല എന്ന് താൻ നാദിർ ഷായോട് ചോദിച്ചുവെന്നാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിനയൻ പറയുന്നത്. ഇതേ തുടർന്നാണ് നാദിർ ഷാ പേര് മാറ്റാൻ തയ്യാറായതെന്നും വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇതോടെ വിവാദങ്ങൾക്ക് അന്ത്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2001 പുറത്തിറങ്ങിയ രാക്ഷസ രാജാവ് എന്ന തന്റെ ചിത്രത്തിന്റെ പേര് രാക്ഷസരാമൻ എന്നാണ് ആദ്യം ഇട്ടിരുന്നതെന്നും പക്ഷേ ചിത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമം തോന്നുമെന്ന് ചിലരുടെ വാദം അംഗീകരിച്ചുകൊണ്ട് താൻ ചിത്രത്തിന്റെ പേരുമാറ്റാൻ തയ്യാറായതായും അദ്ദേഹം പറയുന്നു. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം അവന്റെ അഭയമായി കാണുന്ന വിശ്വാസങ്ങളെ മുറിവേൽപ്പിച്ച് കയ്യടി നേടേണ്ട കാര്യം സിനിമാക്കാർക്കുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പേര് മാറ്റാൻ തയ്യാറല്ലെന്നാണ് നാദിർ ഷാ ആദ്യം അറിയിച്ചിരുന്നത്. പകരം നോട്ട് ഫ്രം ബൈബിൾ എന്ന ടാഗ് ലൈൻ മാത്രമാണ് മാറ്റിയത്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചുകൊണ്ട് തുടർച്ചയായി സിനിമകൾ ഇറക്കാൻ സംവിധായകർ ശ്രമിക്കുന്നതിനെതിരെ ഷെക്കേന ന്യൂസും ക്രൈസ്തവ സമൂഹവും ശക്തമായി രംഗത്ത് വന്നതോടെയാണ് പേരുമാറ്റാൻ സംവിധായകൻ തയ്യാറായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.